ഉടുമ്പൻചോല തിരിച്ചുപിടിക്കുവാൻ ശക്തമായ പോരാട്ടത്തിനൊരുങ്ങി കോൺഗ്രസ്. വിജയസാധ്യത കണക്കാക്കുവാൻ ഏജൻസി നടത്തിയ പഠന റിപ്പോർട്ട് AICCക്ക് സമർപ്പിച്ചപ്പോൾ പ്രഥമ പരിഗണനയിൽ 3 പേരുകളാണ് ഉയർന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. KPCC സെക്രട്ടറി MN ഗോപി, UDFന്റെ മുൻ സ്ഥാനാർത്ഥി സേനാപതി വേണു, DCC വൈസ് പ്രസിഡന്റ് KS അരുൺ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ത്രികോണ മത്സരം നടന്ന 2016 അപേക്ഷിച്ച് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി EM ആഗസ്റ്റ് പരാജയപ്പെട്ടത്. 2 തവണയും MM മണിയായിരുന്നു എതിരാളി. 2016 LDFനും UDFനുമൊപ്പം BDJS സ്ഥാനാർത്ഥി വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ഇതിനാൽ തന്നെ അന്ന് നേരിയ ഭൂരിപക്ഷത്തിലാണ് LDFന് വിജയിക്കുവാനായത്. എന്നാൽ കഴിഞ്ഞ തവണ സ്ഥിതി മാറി. LDFും UDFും നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ 38,305 വോട്ടുകൾക്ക് MM മണി വിജയിച്ചു. ഇത്തവണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്. പ്രഥമ പരിഗണന നൽകുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകളിൽ KPCC സെക്രട്ടറി MN ഗോപിയാണ് മുമ്പിൽ. ഭൂവിഷയങ്ങളും വനം വന്യജീവി ആക്രമണ വിഷയങ്ങളിലും എടുത്ത നിലപാടുകൾ ഗോപിക്ക് ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. സംഘടന ദുർബലപ്പെട്ട മേഖലകളിൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പാർട്ടിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. അതേസമയം 2016 MM മണിയോട് പരാജയപ്പെട്ട സേനാപതി വേണുവിന്റെ പേരും പ്രഥമ പരിഗണനയിലുണ്ട്. KPCC മീഡിയ വക്താവ് എന്ന നിലയിൽ മുൻ വർഷങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളാണ് വിലയിരുത്തപ്പെടുന്നത്. മറ്റൊരു പേര് ഉയർന്നു വരുന്നത് DCC വൈസ് പ്രസിഡന്റായ KS അരുണിന്റേതാണ്. ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിലടക്കം ഇദ്ദേഹത്തിന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമായിരുന്നു. എന്താണെങ്കിലും മണ്ഡലം ഏതു വിധേനയും തിരിച്ചുപിടിക്കുവാനുള്ള തിരക്കിട്ട ചർച്ചകളിലാണ് കോൺഗ്രസ് നേതൃത്വം. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.